അതോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അതിനോട് എല്ലാവരും സഹകരിക്കണം, വേണ്ട സൌകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിൽ എല്ലാവരും പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം. അതൊരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള സഹകരണവും എല്ലാവരും ഉണ്ടാവണമെന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ദിനെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വളർന്നു വരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ പൊന്നാനിയുടെ അലയൊലികൾ അടിച്ചു വീശിയിട്ടുള്ള കിഴക്കൻ പ്രദേശമാണ്. ഇവിടുന്ന് വരുന്ന വഴിയിലെല്ലാം മസ്ജിദുകളോട് ചേർന്ന് നമുക്ക് വലിയ മഹാന്മാരുടെ മഖ്ബറകൾ കാണാൻ കഴിയും. പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടുന്ന് വന്നിട്ടുള്ള ഉലമാക്കൾ അവര് സ്ഥാപിച്ചിട്ടുള്ള മദ്രസകൾ, ഖദിയാരകത്തും മുസ്ലിയാരകത്തും വിവിധ കുടുംബങ്ങളും അവർ വന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യമാണ് അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് 1920-കൾക്ക് ശേഷം അതൊരു സംഘടിത രൂപത്തിൽ വരികയും അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മദ്രസാ പ്രവർത്തനങ്ങൾ, യുവാക്കൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവായ അവരുടെ ദീനീയായ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അത് 100 വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായ ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ഞാനും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാം അല്ലാഹു തആല ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനു കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ദീനിന്റെ ഖാദിമുകളായി നിലനിൽക്കാൻ, പ്രവർത്തിക്കാനും ഈമാനോട് മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിന്റെ ലയാലിൻ അശ്റിന്റെ ദിനങ്ങളാണ്. 10 ദിവസം വളരെ പോരിശയുള്ള രാത്രികളാണ്, അതുപോലുള്ള ദിവസങ്ങളും ആണ്. ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും രാത്രിയിൽ പ്രത്യേകമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം മൂല്യമുള്ള സമയം. ഉദ്ഹിയ്യത്ത് അറക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ഒന്ന്. ഉദ്ഹിയ്യത്ത് ബലി പോലെയല്ല. ബലി എന്ന് പറയുന്നത് ആളുകളെ മുഴുവനും നിർത്തി മൈതാനത്ത് കൊണ്ടുവന്ന് അങ്ങനെ കഴുത്ത് കുത്തിക്കൊന്ന് ആ മൃഗത്തെ സമർപ്പിക്കുന്ന രീതിയാണ്.